ആ കേസനാ അങ്ങോട്ടാ പോണ് നിങ്ങള്? ഞാൻ എന്റെ വാഴത്തോട്ടത്തേക്ക് ഒന്ന് പോയി നോക്കാണ്. ആ വാഴത്തോട്ടൊക്കെ പോവല്ലേ, സ്റ്റെപ്പ് നോക്കി ഇറങ്ങിക്കോളി. അവിടുത്തെ ആ കോലൊക്കെ വെട്ടാനയക്കണത് പറഞ്ഞീന്. മുത്തുണോ? ആ ആരാ നോക്കാനാക്കിയ? പണിക്കാരനാ? ആ ഒരാളാണ്ട് പറഞ്ഞു വിട്ടീന് രാവിലെ ഞാന്. ആ നിങ്ങളെ ആ പറഞ്ഞിട്ട് നോക്കി നടന്നു കേട്ടാ. ആ കൃഷ്ണൻകുട്ടി എന്താ പോണേ? ഞാൻ നമ്മളെ പറമ്പിലൊന്ന് പോയോട്ടെ. ആ അവിടെ പണിക്കാരാക്കിന്. ആക്കീണില്ല. അതൊന്നും ഇങ്ങനെ സ്പ്രിങ്ങും മാറുന്നരി ആടുന്നത്. വയസ്സും പ്രായമൊക്കെ ആയില്ല മോനെ. അയച്ചിട്ട് നടക്കാൻ വയ്യ. ആ നല്ലതാ, അങ്ങോട്ട് പോരി. കൃഷ്ണൻകുട്ടിയെ ആ പറഞ്ഞോളൂ. അവിടെയാണ് കോലൊക്കെ വെട്ടാനയക്കണ്. വെട്ടാനായില്ലേ? ആരേതാക്കിയത് വെട്ടാന്? നമ്മളാ ചേക്കൂല്ലേ? ചേക്കോനെ? ആ ചേക്കൂനെ വേറെ ആളും കിട്ടിയില്ല? അതെന്ത്? അല്ല പറ്റിക്കുന്ന ആള്. നിങ്ങൾ ഈ കോലന്റെ എണ്ണ എടുത്തോളിട്ടോ. അല്ല കൃഷ്ണൻകുട്ടിയേക്ക് ഈ പെണ്ണെട്ടാതെ എങ്ങനെ നടന്നോ? പെണ്ണ കെട്ടാ ഇട്ട് വരും. വല്ല പണിക്ക് പോകാനെ ഈ പ്രായത്തിലൊക്കെ? പെണ്ണ് കെട്ടാ വരും. നിങ്ങൾ ഈ കൊലന്റെ എണ്ണ എടുത്താ കേട്ടോ. കൊലന്റെ എണ്ണൊക്കെ എടുക്കാനായിട്ടില്ല. ആ വെട്ടാനുള്ള ആളില്ലേ? ചിലതൊക്കെ ഇങ്ങനെ വെട്ടാനാവുള്ളൂ. ചിലതിനല്ല, അത് ആ വെട്ടാൻ കിട്ടൂല നിങ്ങക്ക്. ആക്കെ മറ്റാള് കൊണ്ടുപോകും. ആരാണ് ഇവിടെ കൊണ്ടാവുള്ളത്? നിങ്ങൾ ആരെ ഏൽപ്പിച്ചേ? അല്ല കുട്ടിയെ ചേക്കുമല്ലാതെ വേറെ ആരാ? നിങ്ങൾ പറയണ്ടേ ആരാന്നുള്ളത് നമ്മളോട് ചോദിക്കാൻ. നല്ല പണിക്കാരുണ്ട് ഈ പറയുന്നത്. എനിക്കറിയില്ലല്ലോ, എനിക്ക് പെരീന്ന് പുറത്താക്കാൻ വയ്യ. എന്റെ മോൻ അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ വന്ന് നോക്കിയതാ. പൊട്ടാണ്ട് കൃഷ്ണൻകുട്ടിയെ, കൃഷ്ണൻകുട്ടിയെ എനിക്ക് ഇന്റെ അത്തരം ചൂടായിട്ടൂടെ? എനിക്ക് ഇതെന്ത് ചേച്ചി ഇതൊക്കെ വെട്ടാനയക്കണ്. ആ ചേക്കൂല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. ചേക്കോ 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 അവിടെ വന്നിട്ടില്ല. പഠിച്ച നമ്പൂരാനാത്ത കാട്ടണേ ഇതൊക്കെ വെട്ടാനയക്കണല്ലോ. അപ്പുറത്ത് പോയി വെക്കാം നമ്മള്. അപ്പുറത്ത് പോയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വെട്ടിയിട്ട് പോയാ മതി. നമുക്കെന്നല്ലേ നമ്മക്കവിടെ വെട്ടാ. നമുക്ക് വെട്ടാ. വെട്ടാച്ച് കത്തി നിക്കണ നിങ്ങളെ കൊല നല്ല മൂത്തുന്ന് എനിക്കറിയാം. അങ്ങോട്ട് വരി. ചേക്കൂനെ കാണില്ലല്ലോ. ഇത് കണ്ടില്ല ചേച്ചി? ഒരാഴ്ച കൂടി തഴുകി വെച്ചിട്ട് വണ്ണം വെക്കൂല. അത് എനിക്കറിയാം. വളം നല്ലോണം ഇട്ടെടുക്കുന്നുണ്ട്. എന്തോ വളം ഇട്ടെടുക്കല്? ഇതിനെല്ലാം വളം ഇട്ടെടുക്കുന്നേ. ഇന്നിപ്പോ നനച്ചിരുന്നുണ്ടല്ലോ. നീ രാവിലെ നനച്ചിന്. ആരാത്? പണി സ്ഥലത്ത് തന്നാണ്. ഹലോ. അപ്പണ്ട് വരാം കേട്ടോ. പോകല്ലേ കുട്ടിയെ? കാക്കാന്റെ ഇവിടെ പറമ്പില. അപ്പണ്ട് വരാം. കൃഷ്ണൻകുട്ടിയെ പോകല്ലേ? പണിക്കാരന്റെ കാക്കേ എന്ത്, ഞാൻ പോയിട്ട് ഞാന് തിരിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ആ ചേക്കൂനെ കണ്ടിട്ട് പോയാ മതി. ഞാൻ അവിടെ ഒറ്റക്കല്ലേ. ഞാൻ അതിൽ കയറിയോട്ടെ. അവിടെയും കാണാൻ ഞാൻ പറയാം. കൊയ്യ് പോണ തേയിലിന്റെ ചൂർത്തി ഇരിപ്പില്ല. ഞാൻ പോയി വരട്ടാ. ആ ചേക്കൂനെ അവിടെ കണ്ടാച്ച് പറഞ്ഞാള്. ആയിക്കോട്ടെ പറയാം. ചേക്കോ 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 ഇവിടെ പോയി കിടക്കണ്. അല്ല ചേക്കോ ചേക്കോ ഒരുമ്പെട്ടാ ചാടി വെച്ച് ഇവിടെ വന്ന് കിടക്കുക. ഞാനൊരു പണിക്കാരുടെ ശാല കേൾക്കുവോ? ഇത് ഇവിടെ ഒന്ന് കിടന്നുറങ്ങാച്ച്. അന്നെ ഞാൻ ഈ കോലൊക്കെ പെട്ടാൻ പറഞ്ഞ ശാലേനാ. നിങ്ങളെന്താ രാവിലെ തന്നെ എന്റെ പെരേക്ക് വന്നാണ്? അന്നെ പറഞ്ഞ ശാല രാവിലെ ഇങ്ങോട്ട് ഞാന് ഈ മൂത്ത കോലൊക്കെ വെട്ടി പറഞ്ഞേക്കാന് പണിക്കറിഞ്ഞാണല്ലേ? ഇപ്പൊ കിടന്നുറങ്ങാ ചേക്കുവോ? എന്താ തേങ്ങ ഒക്കെ എടുത്തു? ഞാൻ ഉറങ്ങിപ്പോയി. ഇവിടെ ഇങ്ങനെ കിടന്നപ്പോ കാറ്റ് വന്നപ്പോ ഉറങ്ങിപ്പോയി. കാറ്റ് വന്നപ്പോ കിടന്നുറങ്ങിയതാലേ? പണിയെടുക്കാനുള്ള പരിപാടിയായി. തേങ്ങ ഇങ്ങനെ 10-11 ഇത് പേരെ ഒരു കൊലം വെട്ടിയിട്ടില്ല. ഇപ്പൊ ചെയ്യാന്നേ. എപ്പ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അന്നെ 150 വിളിയാ വിളിച്ച്. ഇവിടെ കിടന്നുറങ്ങിയില്ലേനാ? 150 വിളി നിങ്ങള് വിളിച്ചേ? നിങ്ങള് നല്ല നുണ പറയണ്ടല്ലോ കാക്ക. നിങ്ങള് ഞാൻ നുണൊന്നും പറയില്ല. അന്തർക്ക് അജാതി നുണ പറയരുത്. കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചോക്ക്. ഞാൻ 150 വിളി എന്നെ വിളിച്ച് ഇവിടെ കിടന്നുറങ്ങിയ കേൾക്കുവോ? എന്നിട്ട് കൃഷ്ണൻകുട്ടി അങ്ങോട്ടാ പോയത്? കൃഷ്ണൻകുട്ടി വല്ല പറമ്പിലെ പണിക്കാരുണ്ടാണ് പോയിക്കണേ. കൃഷ്ണൻകുട്ടീനെ ഉണർത്താണ്ടേ? ഞാൻ പറയാം എപ്പ കെടുക്കണ്ട്. കണ്ടുണ്ടാവില്ല ചേക്കുവോ? ഓൻ കാണാത്ത ഓനത്തെ കണ്ണ് ചേക്കുവോ? എന്താന്നേ ചേക്കുവോ? നിങ്ങളിങ്ങനെ ഒച്ച ഉണ്ടാക്കി വിളിച്ചണ്ടാന്ന്. ഈ കൊലന്റെ സൈഡിലത്തെ ഞാൻ ഈ കൊലക്ക് ഇങ്ങനെ മാറി കളിച്ചാ ഞാൻ പേര് നോക്കിയിരുന്നാണ്ട്. കൊലക്ക് മാറില്ലാന്ന്. ഞാൻ മൂപ്പ് നോക്കാണ്. ഇതിന്റെ മൂപ്പ് നോക്കാത്ത ഇങ്ങനെ സാരി വെച്ചാൽ മൂപ്പ് ഉണ്ടാവുക? കൊല ഒറ്റൊന്ന് മൂത്തിട്ട് ഞങ്ങളെ ഒന്നാരെ ചേക്കോ? അത് ഒരൊറ്റ ഓട്ടം കൊണ്ടത് മനസ്സിലാവൂല മൂത്താണോ മൂത്തല്ലാതെ. ആ കൊലന്റെ കാര്യമല്ല പറഞ്ഞ. അന്റെ കൊലന്റെ കാര്യം പറഞ്ഞേ. ഒറ്റ ഒന്ന് മൂത്തിട്ടില്ല. ഇജാ കത്തി കെടുത്താണ്ട് ആ മൂത്തൊക്കെ വെട്ടിക്ക ചേക്കുക. അതിന് മൂത്തത് വേണ്ടേന്ന്. എനിക്ക് രാവിലെ മാർക്കറ്റിൽ എത്തിച്ചണം. പിന്നെ സത്യം പറഞ്ഞാലേ ഞാന് കത്തി എടുക്കാൻ മറന്നിക്കണ്.
പിന്നെ എത്തിന് വന്നാ ചേക്കോച്ച് ഇങ്ങോട്ട് അന്നെ ഇത് പറഞ്ഞാച്ചാലോ ഇത് വെട്ടാന് അങ്ങനെ വെട്ടിയാ മതിയല്ലോ എന്ന് വിചാരിച്ചാണ്ടാ ഞാൻ കിടന്നുറങ്ങിയ അവിടെ. ഇജ്ജ് ഇവിടെ വന്നപ്പോ നല്ല ഉറക്കാച്ച് വൈകുന്നേരം ആവുമ്പോ അടുത്തുനിന്ന് കൂലിയാകും കൂലിയാച്ച്. നിങ്ങളെ കൂലിന്റെ കഥ നാട്ടുകാർക്ക് മൊത്തം അറിയാം. സുലൈമാൻ തന്നെ പറയല്ലേ എനിക്ക് ഇന്നത്തെ എത്ര അറിയാ നിങ്ങൾക്ക് 2 ചായ തരും നിങ്ങൾക്ക്. എന്നെ പറ്റി വല്ലതും എനിക്ക് അറിയോ? നിങ്ങളെ പത്തി അറിയാനോ പണ്ട് ബ്രിട്ടീഷുകാരെ നിങ്ങൾ ആ കഥ നിർത്തി. താന്നൂരും തിരുരങ്ങാടിയിലും പൂക്കോട്ടൂരും പട്ടാളക്കാര് പായിച്ച കഥ അതിന്റെ ബാക്കിൽ പാഞ്ഞപ്പോ ആ കഥയൊക്കെ മുഴുവൻ അറിയാം എനിക്ക്. ഞങ്ങള് പാഞ്ഞാണ്ട് ഔതില് വീണാണ്ട് അവിടെ വെള്ളം കുടിക്കാണ്ട് ബോധം കിട്ടാ വരെ 150 വട്ടം പറഞ്ഞില്ല സംഭവങ്ങള്. 150 പ്രാവശ്യം എന്നോട് പറഞ്ഞേക്കണ ചേക്കുക അറിയാത്ത നിങ്ങൾ ആ കടയിൽ സുലൈമാന്റെ വീട്ടിൽ ചാടിച്ചാൻ വന്ന എപ്പോഴും പറഞ്ഞ വർത്താനത്തല്ലേ നിങ്ങള്. ഞാൻ ഓർമ്മയില്ല നിങ്ങൾ പറയണ നിങ്ങൾക്ക് ഇതില്ല കേൾക്കണ ഞങ്ങൾക്ക്. ആ കൃഷ്ണൻകുട്ടിനെ പണിക്കാരോട് പറഞ്ഞാ മതി. എന്നാലും ആ കൊല വെട്ടിയാണ്ട് ആ റോട്ടുമ്മ കൊണ്ടുവച്ചിനോല്. മൂത്തിട്ടില്ലാന്ന് നിങ്ങളെ കൊല ഒറ്റ ഒന്നും ഇവിടെ മൂത്തിട്ടില്ല. മൂത്തിടുന്നല്ലേ വന്ന വയ്യക്കന്നെ വെട്ടൂലാന്. മൂത്തിട്ടില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ആ വണ്ടിക്കാരെ ഞാൻ വരാനും പറഞ്ഞേണ്. വണ്ടിക്കാരൻ വന്നോട്ടെ നിങ്ങൾ പൈസ കൊടുക്കാണ്ട് പറഞ്ഞയച്ചാൽ വെട്ടല് ഈ പൊന്നാറ് ചേക്കോ മൂത്ത കൊല ഇഷ്ടം പോലെ ഇല്ല. മൂക്കാത്ത വെട്ടണ്ട. മൂത്തതില്ല അവിടെ. ആയി ഒറ്റൊന്നും മൂത്തിട്ടില്ല. മൂക്കാത്ത കൊല എങ്ങനെ വെട്ടി മക്കളെ മൂക്കാത്ത കാര്യമല്ല പറഞ്ഞത്, കൊല മൂത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളെ പറമ്പിലുള്ള ഒറ്റ കൊലയും മൂത്തിട്ടില്ല. മൂക്കാത്ത കൊല വെട്ടിക്കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടല്ലോ ഇല്ലല്ലോ. ചുരുക്കി പറഞ്ഞപ്പോ എനിക്ക് മൂത്തതും അറിയില്ല മൂക്കാത്തും അറിയില്ല. പറഞ്ഞാച്ചാ ഞാനാണ് പൊട്ടന്. ഇങ്ങോട്ട് വരി എന്റെ അടുത്ത് ഇങ്ങോട്ട് വരി. കണ്ടോ ഇത് കുളിക്കാത്ത തേങ്ങ ഉണ്ടത്. കൊല അങ്ങനത്തെ റോബസ്റ്റ് പഴല്ലേ. കൊല മേടിയൊക്കെ പഴുത്താ അറിയില്ല. തൊലി പച്ചയാവോ പഴുത്താലോ. നിങ്ങൾ എന്റെ ബാക്കിലുണ്ട് വന്നാണി എല്ലാ കൊലയും ഞാൻ കാണിച്ചു ഇങ്ങോട്ട് വരി. ഇത് നോക്കിയാണി. അതെന്തേ ഇത് മൂത്തുകണം. ഇത് മൂത്തിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ തോട്ടത്തിലുള്ള ഒന്നും മൂത്തിട്ടില്ലാന്ന്. മൂത്ത് വെട്ടിയാ ഇഷ്ടം പോലെ പടല്ല ചേക്കുക. ഇല്ല അത് മൂത്തതായിട്ടില്ല. ചുരുക്കി പറഞ്ഞാല് എനിക്ക് പണിയെടുക്കാൻ മടിയാ. എനിക്ക് പണിയെടുക്കാൻ മടിയായിട്ടല്ല തന്തേ. ഇതായിട്ടില്ല. വെട്ടി പണിക്കാരനെ ഇവിടെ കിടന്നു അറിയാലോ ചേക്കുക. ഞാൻ കുറച്ചേരം ഉറങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ. 1-2 മണിക്കൂർ തന്നെ കിടന്നു അറിയാം. നൂലാക്കിട്ട് ഞാൻ എന്നെ വിളിച്ചിടിച്ച് കേൾക്കിട്ടില്ല. എന്നിട്ടാ ഉണന്നില്ലേ ഇജ്ജ് പൊയ്ക്കോ. ഞാനേ ആ കൃഷ്ണൻകുട്ടിയോട് വന്നാലും ഓന്റെ പണിക്കാരെ കൊണ്ട് ഞാനിത് മുഴുവൻ വെട്ടിച്ചു. ഇതാണ് നിങ്ങളെ കുഴപ്പം. വിളിച്ചു വരുത്തും എന്നും അങ്ങനെ തന്നെ നിങ്ങളെ കഥ. വിളിച്ചു വരുത്തിയാണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പണി ഉണ്ടാവില്ല. പണി എടുക്കണ്ടേ ഇജ്ജ് പൊയ്ക്കോ. നിങ്ങൾ ആരെ കൊണ്ടാച്ചാലേ ആ കൃഷ്ണൻകുട്ടി വന്നോളൂ. കൃഷ്ണൻകുട്ടിന്റെ പണിക്കാര് നല്ല അടിപൊളി പണിക്കാരുണ്ട്. ആയിക്കോട്ടെ ഓലെടുത്തോട്ടെ. ഇതിന്റെ പറമ്പിന്നാണ് പോയിക്കോ. ഇത്രയും നേരെ നിന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഇല്ലാതെ മുതലാവും. ചേക്കോ അവിടെ വെക്ക് ചേക്കോ. എന്താ തേങ്ങ ചേക്കോ. വല്ലാത്ത തന്തയല്ലേ അച്ഛനെ പായിക്കാണ് രാവിലെ തന്നെ. ചേക്കോ എവിടുന്നെ? ഞാൻ തോട്ടത്ത് പോയിരുന്നു. പിന്നെ അവിടുത്തെ കൊല കിട്ടിയോ? കൊല മൂത്തൊക്കെ കിട്ടി. ഞാൻ എന്നോട് പറഞ്ഞു കാക്ക കാണില്ലെന്ന്. എവിടെ പോയി കിടക്കുന്നു? അല്ല ഞാൻ അവിടെ ഞാൻ തോട്ടത്തിൽ കുറച്ച് വളം ഇടാണ്ടേ. തേങ്ങൊക്കെ തേങ്ങ ചാറിലിടാനേ. കൂലി കിട്ടിയില്ലേ? അല്ല കൂലി വൈകുന്നേരം തരുമോ? തന്നെ ഞാൻ പോട്ടെ നാല്. ആയിക്കോട്ടെ. ശരി. ചേക്കോച്ചിട്ട് വാട്ടാ ചിന്റെ തേങ്ങ എടുത്താണ്ട് പോയില്ലാടാ. കൃഷ്ണൻകുട്ടിയെ മറ്റേ ആളുണ്ട് പോകണ്ടല്ലോ തേങ്ങ കൊണ്ട്. ചേക്കല്ലേ ചേക്കിന്റെ തേങ്ങ എടുത്ത് മണ്ടിയിലാ പറഞ്ഞത്. അതെ ഓനെ പറഞ്ഞ മണ്ടിച്ചത് കൊലന്ന് വെട്ടാത്ത കൊലൊക്കെ കൊലയും വെട്ടിയിട്ടില്ല. ഇവിടെ ഒന്ന് ഇങ്ങനെ കിടന്നുറങ്ങാന്. ഞാൻ ഓനെ മണ്ടിച്ചതാ. തന്നെ ഇതിപ്പത്തെ കാട്ടിയ കൊല വെട്ടാന് അന്റെ അടുത്ത് പണിക്കാര് കുട്ടിയെ നാളെ രാവിലേക്ക് 2 പണിക്കാരെ കിട്ടണ്ടീന്. രാവിലെ നമുക്ക് സെറ്റ് ആക്കാം. ഇതൊക്കെ വെട്ടാനാണ്. ഇനി നാളെ നാളെ രാവിലെ വെട്ടിയിട്ടാണ് മാർക്കറ്റ് കൊണ്ടുപോകാൻ. ആ ചേക്കൂനെ ഞാൻ 150 പ്രാവശ്യം വെട്ടാൻ പറഞ്ഞിട്ട് ഓർക്ക് പണിയെടുക്കാൻ മടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളിട്ട് കൂടെ പോരണോ? ചേട്ടാ പോണേ. ഞാൻ അങ്ങടിക്ക് പോണ്. എന്നാ ഞാൻ ഇവിടെ വീട്ടിൽ നിന്നിട്ട് ഇവിടെ പണിക്കാരും ഇല്ല. എന്താ നിങ്ങൾ കാര്യം ചെയ്യും. നമുക്കണ്ട് പോവാ. ഇനി പണിക്കാരെ നോക്കണ്ട. ചേക്കൂനെ നോക്കണ്ട. ചേക്കു നമുക്ക് അങ്ങാടിന്ന് കാണാം ചേക്കൂനെ. പോരി എന്നാ പോവാ. പോരി നമുക്ക് നാളെ നോക്കാം കേട്ടോ.